The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, how are you all? Are you all well prepared to attend your second assessment? Yes? Ready? Okay. Today we will start our new chapter, chapter 6. How heavy is it? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ എന്താണ് ഹെവി? നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് ക്ലാസ് 1-ലെ വാട്ട് ഈസ് ഹെവി ആൻഡ് വാട്ട് ഈസ് ലൈറ്റ്. എന്താണ് ഹെവി, എന്താണ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. രണ്ട് ഒബ്ജക്ട്സ് തന്നു കഴിഞ്ഞാൽ അതിൽ കനം കൂടിയ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെവി എന്ന് പറയും. കനം കുറഞ്ഞതിനോ ലൈറ്റ് അല്ലേ. സോ ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്റ്റുഡിയോ ആൻഡ് ടേക്ക് ദ പേജ് നമ്പർ 93. Let us start our class with a pep activity on page number 93. In this activity, look at the children playing in the seesaw. Here there are two seesaws. ഫസ്റ്റ് സീസോയിൽ ഒരു സൈഡിൽ ഒരു കുട്ടിയാണ്, അടുത്ത സൈഡിൽ രണ്ട് കുട്ടിയാണ്. സെക്കൻഡ് സീസോയിലാണെങ്കിലോ വൺ സൈഡിൽ 2 ചിൽഡ്രൻസ്, നെക്സ്റ്റ് സൈഡിൽ 3 ചിൽഡ്രൻ. നമുക്കറിയാം നമ്മൾ കനം കുറഞ്ഞതിനെ ലൈറ്ററും കനം കൂടിയതിനെ നമ്മൾ ഹെവിയർന്ന് പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇപ്പോൾ ഒരു സ്റ്റോണും ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോളും എടുക്കാം. എന്നിട്ട് അത് നമ്മൾ കുളത്തിൽ എറിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കല്ലിനാണെങ്കിൽ നമുക്കറിയാം കുറച്ച് കനമുണ്ട്, ഹെവിയാണ് അല്ലേ. പ്ലാസ്റ്റിക് ബോളോ ലൈറ്റാണ്, കനം കുറവാണ് അല്ലേ. അപ്പം നമ്മൾ ഇത് രണ്ടും നമ്മൾ കുളത്തിൽ എറിഞ്ഞു നോക്കുക. അപ്പം നമുക്ക് കാണാൻ പറ്റും ഹെവി ആയിട്ടുള്ള സാധനം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. അതായത് നമ്മുടെ കല്ല് കുളത്തിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും, ബോളാണെങ്കിലോ പൊങ്ങി നിൽക്കുന്നുണ്ടാവും, കുളത്തിൻ്റെ മേലെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ സീസോയിൽ ലൈറ്റർ സൈഡ്, ഇപ്പോൾ കനം കുറഞ്ഞ സൈഡ്, ഇപ്പോൾ ഫസ്റ്റ് സീസോയിലാണെങ്കിൽ ഒരു കുട്ടി ഇരിക്കുന്നതാണ് കനം കുറഞ്ഞ സൈഡ് അല്ലേ. ലൈറ്റർ സൈഡ് എങ്ങനെയാണ് ഇവിടെ? പൊങ്ങി കിടക്കുകയാണ്, ആ കുട്ടി പൊങ്ങി നിൽക്കുകയാണ് അല്ലേ. കനമുള്ള സൈഡ്, അതായത് 2 ചിൽഡ്രൻ സിറ്റ് ചെയ്യുന്ന സൈഡ് താന്നിരിക്കുകയാണ്. ഫ്രം ദിസ് വി അണ്ടർസ്റ്റുഡ് ദ ലൈറ്റർ സൈഡ് ഗോസ് എങ്ങനെയാണ്? അപ്പാണോ ഡൗൺ ആണോ? യെസ്, അപ്പ്. ഹെവിയർ സൈഡോ ഗോസ് ഡൗൺ. From this we can see that the sides having more number of children is heavier and it goes down. All of you take activity 6.3 on page number 96. ഈ ആക്ടിവിറ്റിയിൽ വെയിങ് ബാലൻസ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ വെയിങ് ബാലൻസ് ഒക്കെ. നമ്മൾ കടകളിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ വെയിങ് ബാലൻസ് ഉണ്ടാവും. There are many type of weighing balance. നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇത് എവിടെ കാണാൻ പറ്റുക? കടകളിലൊക്കെയാണ് ഇത് കാണാൻ പറ്റുക. അതായത് ഷോപ്പ് കീപ്പർ നമുക്ക് വെയിങ് ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ടാണ് നമുക്ക് സാധനങ്ങൾ തരിക അല്ലേ. ഹിയർ ഇൻ ദിസ് ആക്ടിവിറ്റി there are 3 questions. Look at the objects in the weighing machine and fill in the blanks എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There are 3 questions. Question number 1, the green book is dash the flower vase. There are 3 options in the bracket. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്? ഈസ് ഈക്വൽ ടു ദ മാസ്, ഹെവിയർ ദാൻ ആൻഡ് ലൈറ്റർ ദാൻ. നമ്മൾ വെയിങ് മെഷീൻ നന്നായി നോക്കുക. 2 സൈഡിലും ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു സൈഡിൽ ഗ്രീൻ ബുക്കാണ്, അടുത്ത സൈഡിൽ ഫ്ലവർ വേസ് ആണ്. നമുക്കറിയാലേ കനം കൂടിയത് എന്ത് സംഭവിക്കും? കനം കൂടിയത് താന്ന് കിടക്കും, കനം കുറഞ്ഞത് പൊങ്ങി കിടക്കും. ഇതിലെങ്ങനെയാണ് ഒബ്ജക്ട്സ് തമ്മിൽ? ഇത് രണ്ടും ഒരേ പൊസിഷനിലാണല്ലേ 2 ഒബ്ജക്ട്സും നിൽക്കുന്നത്. ബുക്കായാലും ഫ്ലവർ വേസ് ആയാലും സെയിം പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് ഈ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യുക? The green book is equal to the mass of flower vase.
in that blank you write equal to the mass of ന്ന് എഴുതാം. Okay, then look at question number 2. Here there are two objects. Which are the objects? Yes, pineapple and football. The pineapple is dash the football എന്നാണ് question. Same options are there here also. Which are the options? Is equal to the mass, heavier than and lighter than. ഇതിലേതാണ് suitable you have to fill. Weighing balance നോക്കൂ. Here the pineapple ആണ് താന്ന് കിടക്കണം അല്ലേ, pineapple ആണ് കനം കൂടുതൽ, അപ്പോൾ the pineapple is heavier. എന്താ വരിക? The pineapple is heavier than the football. Next listen question number 3. Here also there are two objects. ഒരു സൈഡിൽ ഒരു പാക്ക് ഓഫ് ബട്ടർ ആണ്, അടുത്ത സൈഡിൽ ഒരു പാക്കറ്റ് ഓഫ് സോൾട്ട് ആണ്. ബട്ടർ എങ്ങനെയാണ് കിടക്കണം? ബട്ടർ പൊങ്ങി കിടക്കുകയാണ്, ബട്ടറിനാണ് കനം കുറവ്, ലൈറ്റർ. The pack of butter is lighter than ആരെക്കാളും a packet of salt. Right there, the pack of butter is lighter than the packet of salt. Can we find the mass of these objects? നമുക്കിതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഏതാണ് ഹെവിയർ, ഏതാണ് ലൈറ്റർ, ഏതാണ് ഈക്വൽ ടു, ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് ഈക്വൽ ടു എന്നുള്ളത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. We can't find the mass of these objects, so have to tick no. We know which object is lighter and which object is heavier. നമുക്ക് ഏതാണ് ഹെവിയർ എന്നും ഏതാണ് ലൈറ്റർ എന്നും ഈ വെയിങ് ബാലൻസ് നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പഠിച്ചു അല്ലേ. ബട്ട് we do not know the actual mass of these objects from this weighing balance. ഈ വെയിങ് ബാലൻസ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആക്ച്വൽ മാസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഏതാണ് ഹെവിയർ ഏതാണ് ലൈറ്റർ എന്ന് കണ്ടെത്താൻ പഠിച്ചു അല്ലേ. ടു മെഷർ ദ ആക്ച്വൽ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് വി കമ്പയർ ഇറ്റ് ഇൻ ടു എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. നമുക്ക് ഈ ഓരോ ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ടു മെഷർ ദ ആക്ച്വൽ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ്, ദ ടു കോമൺലി യൂസ്ഡ് യൂണിറ്റ്സ് ടു മെഷർ ദ മാസ് ആർ ഫസ്റ്റ് വൺ ഗ്രാം ആൻഡ് കിലോഗ്രാം. ഗ്രാമിനെ ഷോർട്ടായിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ജി എന്ന് എഴുതും. ആൻഡ് കിലോഗ്രാമിനെ ഷോർട്ടായിട്ട് നമ്മൾ എന്ത് പറയും? കെ ജി. കിലോഗ്രാം, കെ ജി. ഓക്കെ, സോ വാട്ട് വി ലേൺ ടുഡേ? The two commonly used unit to measure the mass are gram and kilogram. നമ്മൾ ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, that is all for today. See you next week. Children, take care. Bye bye.